പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം അച്യുത മേനോൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ഇപ്പോൾ സ്വരാജ് ഗ്രൗണ്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റിനകം തന്നെ, ഒരു 2 മിനിറ്റിനകം തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി സ്വരാജ് ഗ്രൗണ്ടിലേക്ക് എത്തും. അവിടെ പ്രത്യേകം ക്രമീകരിച്ചിട്ടുള്ള വാഹനവ്യൂഹത്തിലായിരിക്കും റോഡ് ഷോ നടത്തുക. അദ്ദേഹത്തെ വരവേൽക്കാൻ വേണ്ടി വലിയ സന്നാഹം BJP പ്രവർത്തകർ തന്നെ അവിടെ അണിനിരന്നിട്ടുണ്ട്. ഒരുപക്ഷെ രാവിലെ 10 മണിയോടുകൂടി തന്നെ BJP പ്രവർത്തകർ അവിടെ ഇടം പിടിച്ചിരുന്നു. പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി എല്ലാവർക്കും പ്രത്യേക സ്ഥലം തന്നെ അലോട്ട് ചെയ്ത് നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ആരും കടന്നു വരരുത് എന്ന കർശന നിർദ്ദേശമുണ്ട്. BJP സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം. കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട നിയമസഭാ മണ്ഡലം കൂടിയാണ്. സുരേഷ് ഗോപിയാണ് മത്സരിച്ചത്. പക്ഷേ 956 കേവലം 956 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് P. ബാലചന്ദ്രൻ അവിടെ വിജയിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണ കഴിഞ്ഞ തവണത്തെ UDF സ്ഥാനാർത്ഥിയായി പത്മജ വേണുഗോപാൽ ഇത്തവണ NDA സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ ആ മണ്ഡലം പിടിച്ചെടുക്കാം എന്ന പ്രതീക്ഷ അവർക്കുണ്ട്. അതിന് ഊർജ്ജം പകർന്നതായിരിക്കും നരേന്ദ്രമോദിയുടെ വരവ് എന്നവർ വലിയ രീതിയിൽ പ്രതീക്ഷ വെക്കുന്നുണ്ട്. കേവലം നിസ്സാര വോട്ടുകൾക്ക് കൈവിട്ട മണ്ഡലം, അത് പത്മജ വേണുഗോപാലിന്റെയും അതോടൊപ്പം തന്നെ NDAയുടെ വികസന രാഷ്ട്രീയവും പറഞ്ഞുകൊണ്ട് ആ മണ്ഡലം ഈ പാലക്കാട് നിയമം ഒക്കെ പോലെ തന്നെ അവർ A ക്ലാസ് മണ്ഡലമായി അവർ വെച്ചുകൊടുക്കുന്ന പ്രതീക്ഷ പൂർണ്ണതയിൽ എത്തിക്കാനാകും എന്നാണ് അവർ കരുതുന്നത്. അല്പസമയത്തിനകം തന്നെ അവിടെ റോഡ് ഷോ ആരംഭിക്കും. അവിടെ പൊതുസമ്മേളനമില്ല. പക്ഷേ കഴിഞ്ഞ തവണയൊക്കെ മോദി തൃശ്ശൂരിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ വലിയ പൊതുസമ്മേളനം നടന്ന പ്രദേശമാണ് തൃശ്ശൂർ. പ്രത്യേകിച്ച് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി എത്തി ഏറ്റവും ആദ്യം ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ച സ്ഥലമാണ് തൃശ്ശൂർ. ആ മോദി ഗ്യാരണ്ടി പലരും വിശ്വസിച്ചു എന്ന ആ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ നമ്മൾ കണ്ടതാണ്. 78,000 വരുന്ന വോട്ടുകൾക്കാണ് അവിടെ സുരേഷ് ഗോപി ജയിച്ചത്. അദ്ദേഹം 2020 ജയിച്ചത്. അതിനുശേഷം 2026 എത്തുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അഭിസംബോധന ചെയ്യുമ്പോൾ അവിടെ അന്ന് കഴിഞ്ഞ തവണത്തെ UDF സ്ഥാനാർത്ഥിയായിരുന്ന പത്മജ വേണുഗോപാലിനെ ഇത്തവണ NDA അവരുടെ BJP സ്ഥാനാർത്ഥിയെ അവിടെ എത്തിക്കുമ്പോൾ അവർക്ക് വിജയത്തിൽ കുറഞ്ഞതൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മോദിയുടെ ആദ്യ റോഡ് ഷോ അത് തൃശ്ശൂരിൽ തന്നെ സജ്ജീകരിക്കാം എന്ന തീരുമാനത്തിലേക്ക് അവർ എത്തിയത്. പത്മജ വേണുഗോപാലും അതോടൊപ്പം CC മുകുന്ദൻ അടക്കമുള്ള ആളുകൾ റോഡ് ഷോയിൽ മോദിക്കൊപ്പം ഉണ്ടാകും. നേരത്തെ തന്നെ മോദി അവരുടെ NDAയുടെ നയം വ്യക്തമാക്കിയിരുന്നു. ഇടത് വലത് മുന്നണികളെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു പാലക്കാടുള്ള പ്രസംഗം. എന്തൊക്കെയാണോ അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് അതെല്ലാം അദ്ദേഹം പാലക്കാട് പൂർത്തിയാക്കിയിരുന്നു പറഞ്ഞ്. അതിൽ ഒരുപാട് വിഷയങ്ങൾ, ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള വിഷയം പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിനെ കടന്നാക്രമിച്ചത്. അഴിമതിയും വർഗീയവാദ രാഷ്ട്രീയവും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം LDFനെ ആക്രമിച്ചത്. അങ്ങനെ രണ്ട് മുന്നണികളെയും കടന്നാക്രമിച്ചിരുന്നു. LDFും അതോടൊപ്പം UDFും അതവർ ഒരു B ടീമാണ്. ഈ തെരഞ്ഞെടുപ്പിലെ A ടീം അത് BJP ആണ്. അതുകൊണ്ട് വികസിത രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന NDA മുന്നണി ഇത്തവണ കേരളം ഭരിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണ ആദ്യത്തെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തൃശ്ശൂരിലേക്ക് എത്തുന്നത്. ഇതിനുശേഷം അദ്ദേഹം ഏപ്രിൽ 4 വേണ്ടി കോട്ടയത്തേക്കും പിന്നീട് തിരുവനന്തപുരത്തും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പൂർണ്ണ സജ്ജമാകുന്നു BJP ക്യാമ്പ്. തെരഞ്ഞെടുപ്പിനെ വലിയ പ്രതീക്ഷയോടുകൂടി അവർ പ്രതീക്ഷ വെക്കുന്നു. 2016 നേമത്ത് അവർ അക്കൗണ്ട് തുറന്നിരുന്നു. പക്ഷേ 2021 അക്കൗണ്ട് പൂട്ടുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ 2026 എത്തുമ്പോൾ അത് പല മണ്ഡലങ്ങളിലായി, ഒരുപക്ഷെ ഒരു 3-4 മണ്ഡലങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ മണ്ഡലങ്ങളിലൊക്കെ അക്കൗണ്ട് തുറക്കാം. അതിലൊരു മണ്ഡലമാണ് തൃശ്ശൂർ. അങ്ങോട്ടേക്കാണ് ഇപ്പോൾ നരേന്ദ്രമോദി എത്തുന്നത്. ഉന്മേഷം. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.